അപ്പം നമുക്കിന്ന് ചിക്കൻ കപ്സ എങ്ങനെ ആക്കണേന്ന് നോക്കാവേ. പാനിലോട്ട് നല്ല ജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, ബേ ലീവ്, തക്കോലം, കുരുമുളക് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് അത് മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ മിക്സ് കേട്ടോ, കൂട്ട്. പിന്നെ നമ്മൾ ഒരു പാനിലോട്ട് ബട്ടർ, പിന്നെ കുറച്ച് എണ്ണ, പിന്നെ നല്ല ജീരകം, കുരുമുളക്, ഏലക്ക, പട്ട, ഒരു ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം, ഒരു ഉണങ്ങിയ നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിരുന്നത്, പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സോൾട്ട് ആവശ്യത്തിന്, ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും, ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ പീസസ് എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഒന്നെങ്കിൽ ചിക്കൻ പീസ് ഞാൻ എയർ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്താലും മതി. നമുക്ക് ഇതിൻ്റെ വെള്ളം വേണേ, ആ വെള്ളം സ്റ്റോക്ക് വാട്ടർ വേണം, അത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാനോ എന്തിനാണെങ്കിലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ പൊടിച്ച് വെച്ചിരിക്കുന്നത്, അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഞാൻ ചിക്കൻ എല്ലാം കൂടെ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂണ് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേരിനൊരു നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ, കാരണം ഈ വെളുത്തിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ഒരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എയർ ഫ്രൈ ഒരു 20 മിനിറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ റൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒഴിക്കുക, നമ്മുടെ ഏലക്ക, കുരുമുളക്, നല്ല ജീരകം, പട്ട, പിന്നെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്സിക്കം ഒരു ഹാഫ് എടുത്തിട്ടുണ്ടായിരുന്നു, ഹാഫ് ക്യാപ്സിക്കം, 2 പച്ചമുളക്, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ബാക്കി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത്, ബാക്കി നമ്മുടെ സ്റ്റോക്ക് വാട്ടർ. ഞാൻ 2.5 ഗ്ലാസ്, അതായത് ഞാൻ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അരി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി, ഒരു ഹാഫ് ആൻ അവറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, ഏകദേശം ഒരു മുക്കാലിലും വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ എയർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 4 മിനിറ്റോളം പിന്നെയും കുക്ക് ചെയ്യാനുണ്ടായിരുന്നേ, വെള്ളം പോകാനുണ്ടായിരുന്നു. ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെച്ച് ഈ 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് പിന്നെ ഒന്ന് ദം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹാഫ് ആൻ അവർ. അപ്പോൾ അത്രയേ ഉള്ളൂ, സംഭവം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്.